സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ റിലീസിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ജാനകി എന്ന പേര് മാറ്റണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധമുണ്ട്. ഇതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഫെഫ്ക. പേര് മാറ്റണമെന്ന നിലപാട് തുടർന്നാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 27-ാം തീയതി റിലീസ് ഉണ്ടാകില്ലെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ജാനകി എന്ന പേര് ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല, ആ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ മാറ്റണം. അങ്ങനെ മാറ്റി മുഴുവൻ ആളുകളെ കൊണ്ടും ഡബ് ചെയ്യിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ജാനകി എന്നുള്ള പേരുള്ള ഒരു കഥാപാത്രത്തിന് അത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകരുത്, ഉണ്ടായതായി ചിത്രീകരിക്കരുത് എന്ന് പറയുന്ന വിധം അസംബന്ധമായ ഒരു നിലപാടിലേക്ക് സെൻസർ ബോർഡ് അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പോകുന്നു എന്നുള്ളത് ഫിലിം മേക്കേഴ്സിനാകെ, ചലച്ചിത്ര സംവിധായകർക്ക്, എഴുത്തുകാർക്ക് എല്ലാം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നിലപാടാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഒന്നടങ്കം പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ വരെ ഞങ്ങൾ തയ്യാറാണ് ഇതിനകത്ത്. വിവരങ്ങളുമായി സജോ ദേവസ്യ നമുക്കൊപ്പം. സജോ ദേവസ്യ, ജാനകി എന്ന പേര് അത് സീതയുടെ പര്യായ പദമായതുകൊണ്ട് ആ പേര് കഥാപാത്രത്തിന് ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശത്തിലേക്ക് എത്തുകയാണ്. സിനിമയുടെ പേരും അത് തന്നെയാണ്, കഥാപാത്രത്തിന്റെ പേര് ഇതെല്ലാം മാറ്റുക. ഇപ്പോൾ സെൻസർ ബോർഡ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ചും സുരേഷ് ഗോപി എന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ കേന്ദ്രമന്ത്രി അഭിനയിക്കുന്ന സിനിമയാണ്, ആ സിനിമയ്ക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ എമ്പുരാൻ വിവാദത്തിന് ശേഷം എങ്ങോട്ടാണ് സിനിമാ ലോകം അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ലോകം പോകുന്നത്? സജോ. സുജയ, ഉറപ്പായും സീതാദേവിയുടെ പേരിന്റെ പര്യായമാണ് ജാനകി. ഈ ചിത്രത്തിന്റെ പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതാണ്. കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നതാണ്. ടൈറ്റിൽ മാത്രമല്ല, കഥാപാത്രത്തിന്റെ പേരും മാറ്റണമെന്നാണ് കേന്ദ്ര സെൻസർ ബോർഡ് വാക്കാൽ നിർദ്ദേശിച്ചതെന്ന് സംവിധായകനും ഫെഫ്കയും ഒക്കെ അണിയറ പ്രവർത്തകരും ഫെഫ്ക സംഘടനയും ഒക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് 27-ന് റിലീസ് നിശ്ചയിച്ചതാണ്, അത് ഇനിയിപ്പോൾ മുടങ്ങും. നിയമപരമായി രേഖാമൂലം എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നത് അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ നിയമ പോരാട്ടം സാധ്യമാണ്. പക്ഷേ അപ്പോഴും റിലീസ് മുടങ്ങും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് സുജയ ശരിയായി സൂചിപ്പിച്ചതുപോലെ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനും ഈ ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്നുണ്ട്. അങ്ങനെ കേന്ദ്രമന്ത്രിയുടെ ചിത്രത്തിന് തന്നെ യഥാർത്ഥത്തിൽ സെൻസർ ബോർഡിന്റെ പിടി വീഴുന്നു, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണ്, സെൻസർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അന്യായമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന ആക്ഷേപം അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നു. അതായത് ഈ കാര്യത്തിൽ ഫെഫ്ക അടക്കം പറയുന്നത്, ഈ കാര്യത്തിൽ ഒരിഞ്ച് വഴങ്ങില്ല, കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകും. ഏതെങ്കിലും നിലയ്ക്ക്, അതായത് ഒരു നിയമത്തിന്റെ പേരിലാണ് ഈ നടപടി എന്നത് അറിയണമല്ലോ സജോ ദേവസ്യ. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇതിന് അടിസ്ഥാനമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത്? പേരിടുന്നതിൽ പോലും ഇപ്പോൾ ഒരു ക്യാരക്ടറൈസേഷൻ, യഥാർത്ഥത്തിലുള്ള ഏതെങ്കിലും പുരാണ സംഭവങ്ങളെ വികൃതമായി ചിത്രീകരിച്ച ഒരു സിനിമയാണെങ്കിൽ ആ രീതിയിൽ അതിനോടൊരു വിയോജിപ്പ് അറിയിക്കാം. പക്ഷേ ഈ സിനിമയുടെ ഉള്ളടക്കം സംബന്ധിച്ച സംവിധായകരടക്കം പറയുന്നത് എന്താണ് സജോ? സുജയ, ഈ കാര്യത്തിൽ അണിയറ പ്രവർത്തകരും ഫെഫ്കയും ഒക്കെ വിശദീകരിക്കുന്നത് കാര്യം, ഇവിടെ ഒരു കഥാപാത്രം, ഒരു വനിതാ കഥാപാത്രത്തിന്റെ പോരാട്ടം, അതിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സിനിമ. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ പുരാണ പശ്ചാത്തലമോ അങ്ങനെ മറ്റെന്തെങ്കിലും ഒന്ന് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്കില്ല. അതിന്റെ കഥ വികസിക്കുന്നതും നടക്കുന്നതുമൊക്കെ ഒരു യുവതിയെ കേന്ദ്രീകരിച്ച് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊക്കെ മുൻനിർത്തി, അവരുടെ പോരാട്ടത്തെ മുൻനിർത്തിയുള്ള ഒരു ചിത്രമാണ്. അവരുടെ നിയമ പോരാട്ടം ഒരു കോർട്ട് റൂം ത്രില്ലർ എന്ന നിലയ്ക്കാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുംബൈ ഓഫീസാണ്, സെൻസർ ബോർഡിന്റെ മുംബൈ ഓഫീസിൽ നിന്നാണ് ഒരു അനുകൂല തീരുമാനം വരാത്തത്. ദൈവത്തിന്റെ പേരുള്ളവർ കുറ്റം ചെയ്യില്ല എന്ന ഉറപ്പുണ്ടോ എന്ന ചോദ്യമടക്കം ഉയരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 27-ാം തീയതി തിയേറ്ററിലൊക്കെ പോയി നമ്മൾ കാണേണ്ട ഒരു പടമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ റിലീസ് ഒന്നും ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. പരിഹാരം ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.